ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. പ്രത്യേകിച്ച് G7 ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളുടെ നേതാക്കളും ഫ്രാൻസിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് അവിടെ എത്തിയിട്ടുണ്ട്. നൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീസിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ, യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണർ ഉർസുല ഫോൺ ഡർ ലൈൻ അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഉർസുല ഫോൺ ഡർ ലൈനൊക്കെ ഇന്ന് പറഞ്ഞത് ഇറാൻ്റെ സാങ്ഷൻസ് അത്ര എളുപ്പത്തിലൊന്നും എടുത്ത് നീക്കില്ല, അതിനൊക്കെ കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. അമേരിക്ക ഇറാനുമായിട്ട് ഡീൽ സൈൻ ചെയ്തോട്ടെ, ഞങ്ങളുടെ ഉപരോധം അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞങ്ങൾ വഴിയെ തീരുമാനിക്കുമെന്നാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ സീസ് ഫയർ ഡീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഡീൽ എന്നാണ്, പക്ഷേ ഇറാൻ പറയുന്നത് MOU എന്നാണ്. ഇപ്പോൾ ഡീലും MOU അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ വലുതാണ്. ട്രംപ് 24/7 ഡീൽ എന്നാണ് പറയുന്നത്. ട്രംപ് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഡീൽ വെച്ചുള്ള ഒരു ശീലമാണ് ട്രംപിനെ ഇത്തരത്തിൽ ഡീൽ ഓർ നോ ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഞായറാഴ്ച ഡീൽ സൈൻ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്, MOUവിൽ ഒപ്പുവെക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇറാൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ട്രംപിന് തിങ്കളാഴ്ച നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കേണ്ട നിർബന്ധിത ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വിവരങ്ങൾ അങ്ങനെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന് അത്യാവശ്യമായിട്ട് ഇത് പ്രഖ്യാപിച്ചേ പറ്റൂ, കാരണം ഞായറാഴ്ച ഞാൻ ഡീൽ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങളിത് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ട്രംപ് ഉണ്ടായിരുന്നത്. വാക്ക് പാലിച്ചിരിക്കുകയാണ്. Mr. President, do you expect to win the Nobel Prize with this deal? Will you be in Geneva on Friday, Mr. President? You meet Zelensky. Do you hope to win the Nobel Prize? Are you happy with the deal, Mr. Trump? അപ്പുറത്ത് പാകിസ്ഥാനെ വെച്ച് ഇറാൻ്റെ അടുത്ത് സംസാരിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ പ്രഖ്യാപിച്ചോളൂ, പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഡീൽ ഒപ്പിടാൻ കുറച്ച് ടൈം വേണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ച് വെള്ളിയാഴ്ച വരെയുള്ള ടൈം ലൈനാണ് കൊടുത്തിരിക്കുന്നത്, 19-ാം തീയതി. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് കൺഫേം ആയിട്ട് വാങ്ങിച്ചിട്ടാണ് ജസ്റ്റ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫ്രജൈൽ MOU എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അമേരിക്ക ഈ ഡീൽ സൈൻ ചെയ്ത് 60 ദിവസം കൊണ്ട് ചർച്ചകൾ നടത്തി ഒരു പെർമനന്റ് സീസ് ഫയർ ഡീലിലേക്ക് അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അറബ് രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മൊത്തത്തിൽ അബ്രഹാം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് അമേരിക്ക നോക്കുന്നത്. അബ്രഹാം അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിജയിക്കും. പക്ഷേ അവിടെ സൗദി അറേബ്യ വീണ്ടും ഒരു പ്രശ്നം ഉന്നയിക്കും. അബ്രഹാം അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പാലസ്തീൻ എന്നുള്ളൊരു വിഷയവുമായിട്ട് വരും. ഗാസയിലെ വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവർ പോയിന്റുകൾ എടുത്ത് മുന്നോട്ട് വെക്കും. അത് ആത്മാർത്ഥമായിട്ട് ഗാസയിലെ പ്രശ്നം തീരണം എന്നുള്ളതിലുപരിയായിട്ട് ഈ അബ്രഹാം അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇനി ഒരു 2 വർഷം കൂടി നീക്കി ഇങ്ങനെ കൊണ്ടുപോവാം. അങ്ങനെ ട്രംപിൻ്റെ കാലയളവ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഈ അബ്രഹാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ അടുത്ത് വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ പോളിസി മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നത്രത്തോളം ഇത് അറബ് രാജ്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാണ് സാധ്യത. അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് കച്ചവടം ചെയ്യാനും ഇസ്രായേലുമായിട്ട് ട്രേഡിൽ ഏർപ്പെടാനും ഇസ്രായേലുമായിട്ട് പല എഗ്രിമെൻറ്റുകളിലേക്ക് ഒപ്പിടാനും ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഉപയോഗിക്കാനൊക്കെ അവർക്ക് സമ്മതമാണ്. പക്ഷേ അത് അബ്രഹാം അക്കൗണ്ടിൽ ഒപ്പുവെച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഡൗട്ട്. കാരണം അമേരിക്ക ഇപ്പം വീക്കർ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം അമേരിക്ക മറ്റു പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടും നാറ്റോ നിങ്ങളുടെ സെക്യൂരിറ്റി സ്വയമേ നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പറയുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക സപ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ പല ഗ്ലോബൽ സെക്യൂരിറ്റി ഇൻവോൾവ്മെൻറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു അമേരിക്കയാണ് കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് നടത്തിയ ഒരു യുദ്ധത്തിലും വലിയ രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഇറാൻ്റെ ഉള്ളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയ പട്ടികയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ മാത്രമേ നമ്പർ 1 ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നിലവിലെ സാഹചര്യം. അത് ഇറാൻ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ അമേരിക്കയ്ക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ തന്നെയാണ് വിലയിരുത്തലുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ഇത്താമർ ബെൻ ഗിവർ, ഇസ്രായേൽ ഈസ് എ സോവറൻ സ്റ്റേറ്റ്, ഞങ്ങൾ ഫ്രം ദ ബിഗിനിങ് മുതൽ, അതായത് നെഗോസിയേഷൻ എപ്പോൾ തുടങ്ങിയോ അപ്പം തൊട്ട് നിങ്ങൾ ഈ നെഗോസിയേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ലെബനൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുക? ലെബനനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ തീരുമാനമെടുക്കും. ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെബനൻ്റെ ഉള്ളിലേക്ക് ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതോടുകൂടി
വാഹനങ്ങൾ എടുത്തുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് സൗത്ത് ലെബനൻ ഭാഗത്ത് എത്തിപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ വീണ്ടും വാഹനങ്ങൾ എടുത്തുകൊണ്ട് തിരികെ പോകുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അതായത് ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ ഫ്രീ എന്നാണ് ട്രംപ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ചെറിയ സർവീസ് ഫീ ഉണ്ടാകും എന്നുള്ളതാണ് ഇറാൻ്റെ അവകാശവാദം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഡീലൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയി, പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുമെന്ന് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ ഞങ്ങൾ എന്നാ പിന്നെ എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട അവിടെ ഇപ്പോൾ ശരിയാവത്തില്ല, അത് 19-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ട്രംപ് പറഞ്ഞതുപോലെ ഇഞ്ചിനൊക്കെ ഓണാക്കി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ കപ്പലൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. സീസ് ഫയർ പ്രഖ്യാപനം അത് ജസ്റ്റ് ട്രംപിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു അധികാര ധ്വനി, ഞാനിതാ ഉത്തരവിട്ടിരിക്കുന്നു, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫുൾ ഫ്രീ ആണ്, ടോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കപ്പലൊക്കെ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു വീരവാദം അതാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപിന് 19-ാം തീയതി ഈ ട്വീറ്റ് അങ്ങ് പ്രസിദ്ധീകരിച്ചാൽ പോരെ? എന്തിനു മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുന്നത്? ഈ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവണം. പ്രധാനമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ആ ഒരു ഗുണം ഉണ്ടാവണം. മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇനി പോകുന്ന കപ്പലുകളെ ഒന്നും ഇറാൻ ആക്രമിക്കില്ല എന്നെങ്കിലും ഒരു ധാരണയോടെ ഉണ്ടാവണമായിരുന്നു. ഇത് അതുമില്ല, ഒന്നുമില്ല. ഇപ്പോഴും കപ്പലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരുത്തൻ അവിടെ അറ്റാക്ക് നടത്തും. ഒന്നെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഗുണ്ട അറ്റാക്ക് നടത്തും, ഇല്ലെങ്കിൽ ഇറാനിലെ IRGC അറ്റാക്ക് നടത്തും. പിന്നെ ഇതിലിപ്പോൾ എന്താണ് ഒരു വ്യത്യാസം? എന്തിനിപ്പോൾ മുൻകൂട്ടി ഇത് പ്രഖ്യാപിക്കുന്നത്? എന്ത് നേട്ടം? ഒന്നുമില്ല. ട്രംപിൻ്റെ ആ ഒരു ഫേസ് വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനാണ് ആധികാരികമായിട്ട് ഓതറൈസ്ഡ് പേഴ്സൺ ടു അനൗൺസ് ദിസ്, അതാണ് പുള്ളിക്കാരന് വേണ്ടത്, അതാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇനിയും ഇറാൻ്റെ മീഡിയ ഇതെടുത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഫ്രണ്ട് ലൈനിൽ. അതിന് മുന്നേ ഞാനങ്ങ് പബ്ലിഷ് ചെയ്യണം, അതാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇന്ത്യ, UAE, ഒമാൻ ഈ 3 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ വിതിൻ ഒരു 1.5 ഇയറിൽ മറികടക്കാനുള്ള പദ്ധതികളാണ് ചെയ്യുന്നത്. ഒമാനിന് വളരെ നിർണായക സ്ഥാനമുണ്ട് ഈ മേഖലയിൽ. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പരിധിയിൽപ്പെടാത്ത 3 പോർട്ടുകൾ ഒമാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലൊരു പോർട്ട് ഇന്ത്യക്ക് സ്വന്തമാണ്. അപ്പോൾ ഒമാനിലെ ഏറ്റവും വലിയ പോർട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കമോഡിറ്റി. ഇപ്പോൾ ഒമാനും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് $10 ബില്യൺ കച്ചവടമാണ് ആകെ നടക്കുന്നത്. അത് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒമാൻ്റെ പോർട്ടിനെ ഒരു ഹബ്ബായിട്ട് മാറ്റിക്കൊണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ചാബാർ പോർട്ട് നമ്മൾ ഒമാൻ പോർട്ടിനെ ഒരു ഹബ്ബായി മാറ്റിക്കൊണ്ട് നമ്മൾ UAE-യിലേക്കും അതുപോലെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം അവിടെ ഒരു സെൻട്രൽ ഹബ്ബായിട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒമാൻ പോർട്ടിൽ നിന്നും കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിജൈറ പോർട്ടിൽ നിന്നും ഒരു പൈപ്പ് ലൈൻ ഒമാൻ്റെ ലാൻഡിലേക്ക് കൊണ്ടുവരികയാണ്. ഏത് സാഹചര്യം, എത്ര ക്രിട്ടിക്കൽ സാഹചര്യം വന്നാലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പരിധിക്ക് അപ്പുറം നിന്ന് UAE-യുടെ അടുത്തു നിന്നും എണ്ണ വാങ്ങിക്കാനുള്ള സകല സംവിധാനങ്ങളും ഇന്ത്യയും UAE-യും ഒമാനുമായിട്ട് ചേർന്ന് ആലോചിച്ച് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരുന്നത് പോലെ 42,000 കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്ത് അതിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണങ്ങളും നടത്താതെ ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ ഓക്കെ, അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. ട്രംപിൻ്റെ എല്ലാ ഡീലും അവിടെ നിൽക്കും. എനിവേ അത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഇനി ഒരാഴ്ച സമയമുണ്ട്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഫ്രാൻസിലെ നീസിൽ വെച്ചിട്ട് ഭാരത് ഇന്നോവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യ നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ 13 കരാറുകളാണ് ഫ്രാൻസുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കിപ്പോവാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഫ്രാൻസ് വ്യാപാര ബന്ധം 32 ബില്യനായിട്ട് ഉയർത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. പ്രതിരോധം, AI, ആണവ ഊർജം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ഇന്നോവേഷൻ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് 13 കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ AI അതേപോലെ ടെക്നോളജിക്കൽ സഹകരണം, കോഓപ്പറേഷൻ, ഇതിനകത്ത് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ടാവും. അതേപോലെ R&D വർക്കിനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്. പിന്നെ റഫേൽ യുദ്ധവിമാന കരാറുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ട്രാൻസ്ഫർ, ഇന്ത്യയുടെ മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള ആ പ്രോജക്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ റഫേൽ ഫൈറ്റർ ജെറ്റ് കൊണ്ടുവരാനുള്ള തീരുമാനവും ഇതിനകത്തായിട്ടുണ്ട്. അതുപോലെ ജൈതാപൂർ ആണവ നിലയ പദ്ധതി, ആണവ ഊർജ്ജ പദ്ധതിയാണ്, ശരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റ്. അതേപോലെ സ്മോൾ മൊഡ്യൂലാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഈ മേഖലകളിൽ ഫ്രാൻസിന് കോൺട്രാക്റ്റുകൾ കൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. ഫ്രാൻസ് ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് ഇന്ത്യക്കുള്ളിൽ. അതുപോലെ ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് പാരീസിലെ ചാർലസ് ഡിഗ്യോലെ എയർപോർട്ടിലും അതേപോലെ തന്നെ നീസ് എയർപോർട്ടിലും UPI പ്രവർത്തന സജ്ജമാക്കും. അതേപോലെ ഫ്രഞ്ച് കോളേജുകൾ ഇന്ത്യക്കുള്ളിൽ നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ. ഫ്രഞ്ച് കോളേജുകൾ ഫ്രാൻസിലുള്ള കുട്ടികൾക്ക് പഠിക്കാം, അതേപോലെ തന്നെ ഇന്ത്യൻ കുട്ടികൾക്കും അതിനകത്ത് പഠിക്കാനുള്ള സംവിധാനം. അതായത് എക്സ്ചേഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസവും വിദ്യാർത്ഥി എക്സ്ചേഞ്ചും. അതുപോലെ എയറോസ്പേസ് പരിശീലന കേന്ദ്രം കാൺപൂരിൽ
നാഷണൽ സെന്റർ ഫോർ എക്സലൻസ് ഫോർ സ്കില്ലിംഗ് ഇൻ എയറോനോട്ടിക്സ്. ഈ സ്ഥാപനമാണ് കാൺപൂരിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ എയറോനോട്ടിക് പരിശീലന കേന്ദ്രത്തിലെ MRO ഫെസിലിറ്റിയിലേക്ക് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ട്രെയിനിങ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. MRO ഫെസിലിറ്റി ഇപ്പം റഫേലിൻ്റെ MRO ഫെസിലിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ പല കമ്പനികളുടെ MRO ഫെസിലിറ്റീസിന് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് റോൾസ് റോയ്സ്, അതേപോലെ തന്നെ സഫ്രാൻ, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കമ്പനികളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുപോലെ ഇന്ത്യയുടെ ഹൈ സ്പീഡ് ട്രെയിൻ പ്രോജക്റ്റിൽ ഫ്രാൻസിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ സെക്യൂരിറ്റി മേഖലയിലും ഫ്രാൻസും ഇന്ത്യയും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പം ഈ ട്രംപ് ഇറാനുമായിട്ട് വെച്ചിരിക്കുന്ന ഡീലിൽ ചില രാജ്യങ്ങൾക്ക് ട്രംപ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ജോർദാൻ, ഈജിപ്റ്റ്, ഈ രാജ്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഗതിയൊക്കെ ഇനി അതോ ഗതിയായിരിക്കും. മിഡിൽ ഈസ്റ്റ് യുദ്ധം UAE വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് യുദ്ധം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും, ഇസ്രായേലിന് യുദ്ധം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ, സൗദി അറേബ്യയുമായി ഇറാൻ യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും UAE സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കും. UAE ഇന്ത്യ ഇത്തരത്തിൽ മാറി നിന്നുകൊണ്ടുള്ള കച്ചവടം, ഡെവലപ്മെൻ്റ് ആണ് ലക്ഷ്യമിടുന്നത്, എക്കണോമിക് കോപ്പറേഷനാണ് ലക്ഷ്യമിടുന്നത്, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക, അതേപോലെ രാജ്യത്തിൻ്റെ പുരോഗതി, അതാണ് രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ശരിക്കും ഈ യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ ഇന്ത്യയും UAEയും തമ്മിൽ നടത്താനിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് മേഖലയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാപാര കൂട്ടുകെട്ടായിട്ട് മാറാൻ പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ട്രംപ് വളരെ എളുപ്പത്തിൽ ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്സ് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. പക്ഷേ വിവിധ അറബ് രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു വെല്ലുവിളിയായി തുടരുകയാണ് ട്രംപിൻ്റെ മുന്നിൽ. അതുപോലെ ഇന്ത്യയും UAEയും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ പൂർണ്ണമായി മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഓപ്പണായിട്ട് അങ്ങനെയല്ല, പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല. പക്ഷേ ഇതുപോലെ ക്രൈസിസ് കാലഘട്ടങ്ങൾ വരുമ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ മറികടന്നുകൊണ്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്, അത് പ്രത്യേകിച്ച് എനർജി മേഖലയെ സെക്യൂർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ റൂട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് UAEയും ഇന്ത്യയും ശ്രമിക്കുന്നത്. അതിന് ഒമാൻ സഹകരിക്കുന്നുണ്ട്. അതാണ് UAEയുടെ വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ. 2027 ഈ പൈപ്പ് ലൈൻ ഫങ്ഷനിങ് ആവും, അത് ഉറപ്പാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇന്ത്യക്ക് ഈ റൂട്ട് വളരെ നിർണായകമാണ്. കാരണം ഇന്ത്യയുടെ വലിയൊരു ഭാഗം എനർജി സെക്യൂർ ചെയ്യുന്നത് ഈ ഗൾഫ് മേഖലയിൽ നിന്നാണ്. അപ്പോൾ അതിനി UAE ത്രൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു വിഭാഗം അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിൻ്റെ ഈ ഡീലിനെ ന്യായീകരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫോക്സ് ന്യൂസ് പോലത്തെ ചാനലുകളൊക്കെ ട്രംപിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ട്രംപ് അബ്രഹാം അക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അബ്രഹാം അക്കോർഡിൽ പല രാജ്യങ്ങളും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സാഹചര്യത്തിലാണ് ട്രംപ് 2020 ഭരണം വിട്ടൊഴിഞ്ഞ് തോറ്റു പോകുന്നത്. അതിൽ നിന്നും എന്ത് മാറ്റം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അടുത്ത 4 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ട്രംപ് തിരികെ വന്ന സ്ഥിതിക്ക് വീണ്ടും അബ്രഹാം അക്കോർഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യുദ്ധം നടത്തി മാത്രമേ അബ്രഹാം അക്കോർഡിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഒപ്പിടാൻ സമ്മതിച്ചിരുന്ന സൗദി അറേബ്യ വീണ്ടും ഇസ്രായേൽ ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പിന്മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് പ്രധാനമായിട്ട് ആ 4 വർഷത്തിൽ തുടങ്ങിയത് ഇസ്രായേൽ ഗാസ യുദ്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള അബ്രഹാം അക്കോർഡ് തടയാൻ വേണ്ടിയിട്ടാണ് ഹമാസ് ശരിക്കും ഒക്ടോബർ 7, 2023 ഭീകരാക്രമണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തിയത് എന്നാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പണ്ടേ നമ്മൾ പറഞ്ഞതാണ്. ഹമാസിന് പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കളിച്ചത് ഇറാനാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒരിക്കലും അമേരിക്ക അതേപോലെ ഇസ്രായേൽ ചേരിയിൽ പോയി ചേരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്, IRGCയുടെ നിലപാട്. സോ ഹമാസ് ആയിക്കോട്ടെ, IRGC ആയിക്കോട്ടെ, ഹെസ്ബുള്ള ആയിക്കോട്ടെ, ഏതൊരു തീവ്രവാദ സംഘടന ആയിക്കോട്ടെ, അവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ എടുക്കുകയുള്ളൂ. കാരണം അവരുടെ മത നിലപാടാണ് അതിന് കാരണം, അവരുടെ ഫണ്ടമെൻ്റൽ ഐഡിയോളജിയാണ് അതിന് കാരണം. അപ്പോൾ G7 തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.